നമ്മളൊരു പർദ്ദയുടെ റീക്രിയേഷൻ വീഡിയോ ഇട്ടിരുന്നു. 112K കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ട്യൂട്ടോറിയലാണിത്. നിങ്ങൾ പർദ്ദയിലാണ് ചെയ്യുന്നതെങ്കിൽ പർദ്ദ എങ്ങനെ മടക്കുക? ഞാനിപ്പോൾ ട്യൂട്ടോറിയൽ കാണിക്കുന്നത് ഒരു പഴയ ഷോളിനാണ്. അപ്പോൾ ഷോളിനെ 4 ആക്കി മടക്കിയിട്ട് ഷോൾഡർ ആദ്യം അടയാളപ്പെടുത്തുക. ഷോൾഡർ 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ബോക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു വി ഷേപ്പ് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം 8 ഇഞ്ച് മാർക്ക് ചെയ്തിരുന്ന ഷോൾഡർ അവിടെ നിന്ന് താഴോട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെസ്റ്റാണ് നോക്കാൻ പോകുന്നത്. ചെസ്റ്റ് നമ്മൾ 11.5 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വീതി വേണമെന്നാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. അപ്പം ഞാൻ 11.5 ഇഞ്ചാണ് എടുക്കുന്നത്. കൈക്കുഴി ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴോട്ട് വരച്ചു കൊടുക്കുക. കുഴിച്ച് വരച്ചു കൊടുക്കുക. നമുക്ക് ഷോൾഡറിന് ഇത്ര വീതി ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്റർ എടുക്കുക. അതായത് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് മേലോട്ട് വരച്ചു കൊടുക്കുക. ഇനി ഷോൾഡറിന് 15 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുക. അതാണ് നമ്മുടെ ഷേപ്പിൻ്റെ ലെങ്ത്ത്. ഇനി അവിടുത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് 10.5 ഇഞ്ചാണ്. 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ചെസ്റ്റിൽ നിന്ന് ഷേപ്പിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഷേപ്പിൻ്റെ അവിടുന്ന് തുണിയുടെ അറ്റത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. പർദ്ദയൊക്കെ ആണെങ്കിൽ മാക്സിമം വീതിയിലെടുക്കാൻ നോക്കുക താഴെ ഭാഗം. നിങ്ങൾക്ക് ഓവർ എടുത്ത് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് താഴത്തെ ഓപ്പണാണ് നോക്കാനുള്ളത്. എന്നിട്ട് നമുക്ക് താഴെന്ന് മേലോട്ടൊരു 15 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഓപ്പണിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓപ്പണിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒന്ന് ജസ്റ്റ് കട്ടിങ് ഇട്ട് കൊടുക്കാം. കാരണം അടിക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നെക്ക് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ജോയിന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്രണ്ട് പീസ് മാത്രം എടുക്കുക. ബാക്ക് പീസ് ഇറക്കുക. എന്നിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. വീഡിയോയിൽ കാണുമ്പോൾ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ മേലോട്ടൊന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പോൾ ഫ്രണ്ട് പീസ് കാണാൻ ഇങ്ങോട്ടായിരിക്കും. അവിടെ നിന്ന് താഴോട്ട് ഒരു 5 ഇഞ്ച് നീളത്തിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഫ്രണ്ടിനേക്ക് മറിച്ചടിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 13 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളവുമുള്ളൊരു പീസ് എടുക്കുക. എന്നിട്ട് ആ പീസിനെ ആദ്യം അവിടെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഒറിജിനൽ ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കുക. ഫ്രണ്ട് പീസിൻ്റെ ബാക്ക് ഭാഗമാണ് മുന്നോട്ട് കാണുന്നത്. ആ രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ വി പോലുള്ള ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ. നമ്മൾ ഫ്രണ്ട് നെക്കിൽ മാത്രമേ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള പീസിൽ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ഭാഗം മുന്നിലോട്ടാക്കിയിട്ട് നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ആ പീസിനെ മറിച്ച് പതിപ്പിച്ചടിച്ചു കൊടുക്കുക. ഇപ്പോൾ നെക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ പീസിനെ ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. ആ പീസിൻ്റെ 3 സൈഡും ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കുക.
ഇനി ബാക്ക് കഴുത്ത് മടിച്ചടിക്കാൻ വേണ്ടിയിട്ട് 21.5 ഇഞ്ച് നീളത്തിലും അതുപോലെ തന്നെ 2 ഇഞ്ച് വീതിയിലുള്ളൊരു പീസ് എടുക്കുക. എന്നിട്ട് ആ പീസിനെ ബാക്ക് നെക്കായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. വീഡിയോ 1-2 തവണ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി ആ പീസിനെ ബാക്കിലോട്ട് മടക്കി ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ഇനി ഫ്രണ്ട് പീസും ബാക്ക് പീസും യോജിപ്പിക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് 2 പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ മുട്ടുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഷോൾഡർ 2 ഭാഗവും ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി കൈയിൻ്റെ അവിടെയാണ് മടക്കിയടിച്ച് കൊടുക്കേണ്ടത്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന അതേപോലെ ചെയ്യുക. അടുത്തതായി ടോപ്പിൻ്റെ സൈഡ് ഒന്ന് യോജിപ്പിക്കണം. ഓപ്പണിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിന്റ് വരെ അടിച്ചു കൊടുക്കുക. നമ്മൾ ചുരിദാറിന് ഓപ്പൺ ചെയ്യുന്ന പോലെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്പൺ ഭാഗം ജസ്റ്റ് മടിച്ചടിച്ചു കൊടുക്കുക. ഇനി ജസ്റ്റ് ഓപ്പൺ ചെയ്തതിൻ്റെ കുറച്ച് മേലെ നിന്ന് താഴോട്ട് ഒരു അടി കൊടുക്കുക. കാരണം ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്. ഓപ്പണിൻ്റെ അവിടെ പെർഫെക്ഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചുരിദാറിന് ചെയ്യുന്ന ഓപ്പൺ അല്ല നമ്മളിതിൽ ചെയ്തത്, നോർമൽ അടിക്കാണ് ചെയ്തത്. ഇനി നമുക്ക് ടോപ്പിൻ്റെ അടിഭാഗം ഒന്ന് മടിച്ചടിക്കാം. അതിലൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള പുതിയ ഫാഷൻ ഡിസൈനിങ് ക്ലാസ്സുമായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് കൂട്ടിയും അതുപോലെ തന്നെ വീതി കൂട്ടി ചെയ്യാം. ഞാൻ എൻ്റെ ഒരു അളവിലാണ് ചെയ്തത്. നിങ്ങൾ പർദ്ദയിലാണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ലെങ്ത്ത് എടുക്കാവുന്നതാണ്. വീതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചെയ്യാം. ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ ഫ്രീ ഫാഷൻ ഡിസൈനിങ് ക്ലാസ്സുമായിട്ട് നമ്മൾ വീണ്ടും വരും. ബൈ.